കേരളത്തിന്റെ തദ്ദേശ രാഷ്ട്രീയ ഭൂപടത്തിൽ സവിശേഷമായി അടയാളപ്പെടുത്തപ്പെട്ട പഞ്ചായത്താണ് അവണിശ്ശേരി. കോടതി വ്യവഹാരങ്ങളും രാഷ്ട്രീയ നാടകങ്ങളുമൊക്കെയായി സംഭവബഹുലമായിരുന്നു 5 വർഷക്കാലത്തെ ഭരണകാലയളവ്. ജില്ലയിൽ BJP ഭരിക്കുന്ന ഏക പഞ്ചായത്ത് കൂടിയാണ് അവണിശ്ശേരി. തൃശൂർ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണ് അവണിശ്ശേരി. നഗരവൽക്കരണം പടർന്നു കയറുമ്പോഴും തനത് കാർഷിക ഗ്രാമത്തിന്റെ ഹരിതഭംഗി നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വെള്ളി നക്ഷത്രം VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ ജന്മദേശം. ഗ്രാമീണതയുടെ നന്മകൾ ഇളംകാറ്റായി കൂടെ കൂട്ടി ചെമ്മണ്ണിൽ പൂക്കുന്ന മർത്യവീര്യത്തിന്റെ പാട്ടുപാടി മലയാള കവിതയുടെ നഭസിലേക്ക് ഉയർന്ന മുല്ലനേഴിയുടെ സ്വന്തം നാട്. മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകരുടെ പ്രതീക്ഷാഭൂമി. ഒപ്പം ഉലയിൽ ഊതിക്കാച്ചിയെടുത്ത പൊന്നിന്റെ തിളക്കത്തിൽ ജീവിതത്തിന് പ്രകാശം നൽകുന്ന സ്വർണ്ണപ്പണിക്കാരും ഇവിടെ ഏറെയുണ്ട്. ഫർണിച്ചർ വിപണന രംഗത്ത് പ്രസിദ്ധമായ ചെവ്വൂരും അവണിശ്ശേരിയോട് അതിർത്തി പങ്കിടുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 14 സീറ്റുകളിൽ BJP 6, CPM 3, CPI 2, കോൺഗ്രസ് 3 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. ആദ്യ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDFന് കോൺഗ്രസ് അംഗങ്ങൾ വോട്ട് ചെയ്യുകയായിരുന്നു. എന്നാൽ ആ പിന്തുണ വേണ്ടെന്ന് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട LDFന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെച്ചു. ഇതോടെ ഈ സ്ഥാനങ്ങളിലേക്ക് ഒരിക്കൽ കൂടി തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. അപ്പോഴും കോൺഗ്രസ് LDFനൊപ്പം നിന്നു. UDF വോട്ട് നേടി സ്ഥാനങ്ങൾ സ്വീകരിക്കില്ലെന്ന നയത്തിന്റെ അടിസ്ഥാനത്തിൽ LDF പ്രതിനിധികൾ വീണ്ടും രാജിവെച്ചു. ഇതോടെ BJP ഹൈക്കോടതിയെ സമീപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച BJP അംഗം ഹരി C നരേന്ദ്രൻ സമർപ്പിച്ച ഹർജി പരിഗണിച്ച ഹൈക്കോടതി അദ്ദേഹത്തെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. ഇതോടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ BJP പഞ്ചായത്ത് ഭരണം നേടി. വികസന വഴികളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കൈവരിച്ച കാലയളവെന്ന് ഭരണ നേതൃത്വം അവകാശപ്പെടുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകൾ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താനായെന്നും പറയുന്നു. കഴിഞ്ഞ വർഷം 100% പദ്ധതി പണം ചെലവഴിച്ചതിൽ ജില്ലയിൽ 1ാം സ്ഥാനത്താണ് അവണിശ്ശേരി. സംസ്ഥാന തലത്തിൽ 6ാം സ്ഥാനവും നേടി. മാലിന്യ സംസ്കരണത്തിലെ പുരോഗതി, ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾ, തരിശുരഹിത പഞ്ചായത്ത് പദ്ധതി, പൊതുകുളങ്ങളുടെ നവീകരണം തുടങ്ങിയ ഭരണ നടപടികളിലേക്കും ശ്രദ്ധ ക്ഷണിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. പുതിയ അങ്കണവാടി കെട്ടിടം, പകൽ വീട് കെട്ടിടം, പുതിയ റോഡുകൾ, 10 പ്രധാന ജംഗ്ഷനുകളിൽ മിനി മാസ്റ്റ് ലൈറ്റുകൾ തുടങ്ങി ഇന്ന് 22ഓളം ജംഗ്ഷനുകളിലാണ് അവണിശ്ശേരി പഞ്ചായത്തിൽ മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞത്. വികസന മുരടിപ്പിന്റെ 5 വർഷമെന്നാണ് പ്രതിപക്ഷ ആരോപണം. മുൻ ഭരണസമിതി കൊണ്ടുവന്ന പല പദ്ധതികളും തുടർന്നു കൊണ്ടുപോയില്ലെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. പാഴാക്കി കളഞ്ഞ ഫണ്ടുകൾ, അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ തളർച്ച, കുടിവെള്ളക്ഷാമം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. കൊട്ടിഘോഷിച്ച് ജലജീവ മിഷന്റെ പരിപാടികൾ കൊണ്ടുവന്നിട്ട് ഇപ്പോഴും ഒരു വാർഡിൽ 20 കണക്ഷൻ പോലും തികച്ചു കൊടുക്കാൻ പറ്റാണ്ടുള്ള അവസ്ഥയിലും അതിനുവേണ്ടി കീറിമുറിച്ച റോഡുകൾ ഇപ്പോഴും ആ സ്ഥിതിയിൽ തന്നെ കിടക്കുകയാണ്. എടുത്തു കാണിക്കാൻ ഒരു ഭരണനേട്ടം പോലും ഇല്ലെന്ന് ഇടത് നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. ഭരണസമിതിയുടെ പിടിപ്പുകേട് മൂലം നിരവധി പദ്ധതികൾ പാഴായി പോയെന്നാണ് വിമർശനം. സുരേഷ് ഗോപി MP ദത്തെടുത്ത പഞ്ചായത്തിന് ആ ദിശയിൽ എന്ത് മാറ്റമുണ്ടായെന്നാണ് ചോദ്യം. ഒരു സഹമന്ത്രിയെ ഉണ്ടായിട്ടും കേന്ദ്രത്തിൽ നിന്ന് ആ ഫണ്ടുകൾ ഈ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കൊണ്ടുവരുന്നത് വളരെ പരാജയപ്പെട്ട ഒരു ഭരണസമിതിയാണ് BJP ഭരണസമിതി. പുനർവിഭജനത്തിന് ശേഷം 2 വാർഡുകൾ കൂടി അവണിശ്ശേരിയിൽ ഇത്തവണ 16 വാർഡുകളിലേക്കാണ് വിധിയെഴുത്ത്. 3 മുന്നണികളും ഇഞ്ചോടിഞ്ച് പൊരുതുന്ന അവണിശ്ശേരിയുടെ ആവേശമാപിനിയിൽ താപനില ക്രമാതീതമായി ഉയരുമെന്നുറപ്പാണ്. ഒടുവിൽ ആരുടെ ഉള്ളം തണുക്കുമെന്ന് കണ്ടുതന്നെ അറിയണം.